കണ്ണൂർ തില്ലങ്കേരിയിൽ പ്രകോപനവുമായി CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച BJP പ്രവർത്തകന്റെ പ്രചാരണ ബോർഡിൽ പടക്കം പൊട്ടിച്ചായിരുന്നു പ്രകോപനം. തലച്ചങ്ങാട് വാർഡിൽ മത്സരിച്ച മനോജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡിൽ പടക്കം വെച്ച് പൊട്ടിച്ചു. സംഭവത്തിൽ BJP മുഴക്കുന്ന് പോലീസിൽ പരാതി നൽകി. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ, ഇത് എന്നിട്ടും അരിശം തീരാതെ പുരയുടെ ചുറ്റും വണ്ടി നടന്നു എന്ന് പറഞ്ഞതുപോലെയാണ്. തോൽക്കുന്നിടത്ത് വോട്ട് അപ്പാടെ കുറയുന്നിടത്തൊക്കെ പ്രകോപനം, എന്ത് ചെയ്യാൻ കഴിയുന്നു അതൊക്കെ ചെയ്യുന്നു, ആക്രമണം. അതിന്റെ തുടർച്ചയാണോ തില്ലങ്കേരിയിൽ കാണുന്നത്? തീർച്ചയായും കൃഷ്ണരാജ്, അത് തന്നെയാണ് തില്ലങ്കേരിയിൽ നടന്നിരിക്കുന്നത്. CPM-ന്റെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് തലച്ചങ്ങാട് വാർഡ്. അവിടെയാണ് BJP സ്ഥാനാർത്ഥിയായി മനോജ് മത്സരിച്ചത്. മത്സരിച്ച മനോജ് അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും CPM കോട്ടയെ ഒന്ന് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ വിരളി പൂണ്ടുകൊണ്ടാണ് ഈ പ്രചാരണ ബോർഡിനോട് പോലും കടി നിൽക്കുന്ന ഒരു രീതിയിലേക്ക് CPM മാറിയിരിക്കുന്നത്. അവിടെ ഈ മനോജിന്റെ പ്രചാരണ ബോർഡിന് താഴെ വലിയ പടക്കം വെച്ച് പൊട്ടിച്ച് അത് ആ പ്രചാരണ ബോർഡിൽ തീ ആളിക്കത്തുന്നത് വീഡിയോ ചിത്രീകരിച്ച് അത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ പ്രചരിപ്പിച്ച് അവിടുത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനൊരു ശ്രമമാണ് CPM-ന്റെ ഭാഗത്ത് ഉണ്ടായെന്നൊരു വിമർശനമാണ് ഉയർന്നത്. മനോജ് നേരത്തെ അവിടെ CPM-ന്റെ ഒരു വാർഡായിരുന്ന പടിക്കൽ പിടിച്ചെടുത്ത് അവിടെ വാർഡ് മെമ്പറായിരുന്നു. വാർഡ് വിഭജനം വന്ന സമയത്ത് അവിടെ സംവരണമാവുകയും വനിതാ സ്ഥാനാർത്ഥി ആവുകയും ചെയ്തിരുന്നു. പടിക്കൽ വാർഡ് BJP ഭരണം തുടരുകയും മറ്റൊരു വാർഡിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രകോപനവുമായി CPM രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. BJP-യുടെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ മുഴക്കുന്ന് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശത്ത് കലാപം ഉണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത്. കൃഷ്ണരാജ്, കണ്ണൂർ തില്ലങ്കേരിയിലും CPM-ന്റെ പ്രകോപനം. BJP സ്ഥാനാർത്ഥിയായിരുന്ന ആളുടെ ബോർഡിൽ പടക്കം വെച്ച് പൊട്ടിച്ചായിരുന്നു പ്രകോപനം ഉണ്ടാക്കിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള.